ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖത്തോട് ക്ഷേമത്തോട് സന്തോഷത്തോടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ 13-ാം വാക്യം ഇങ്ങനെ കാണുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവനെ യോഹന്നാൻ എന്ന് പേർ ഇടണം. ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുകയാണ്, സക്രിയാവേ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമുക്കറിയാം, സക്രിയാവ് അതിൻ്റെ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധി പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന്, ദൈവത്തിന് സ്തോത്രം, നറുക്ക് വീണുവെന്ന് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വീണു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ യാഗപീഠത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദൂതൻ ഹല്ലേലൂയ സക്രിയാവന് പ്രത്യക്ഷനായിട്ട് അവനോട് പറയുന്ന കാര്യമാണ് ഞാനിവിടെ വായിച്ചത്. ഹല്ലേലൂയ, സക്രിയാവേ, ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ദൂതനെ കണ്ട് ഭയപ്പാടോട് നിൽക്കുന്ന സക്രിയാവനോട് പറയുന്നത്, സക്രിയാവേ, നീ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അവൻ നാളുകളായി കരയുന്ന, നാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ഉത്തരമായെന്ന് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമില്ലയോ, കരയുന്ന വിഷയമില്ലയോ, കണ്ണുനീരൊഴുക്കുന്ന വിഷയമില്ലയോ, അതിന് മറുപടി തമ്പുരാൻ നൽകി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. പഴക്കം ചെന്നാലും ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മറുപടിയുമായി നമ്മുടെ ദൈവം തമ്പുരാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, വിശ്വസിക്ക്, നമ്മൾ ഏറ്റെടുക്കും. ഇവിടെ പറയുക, സക്രിയാവിനോട്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കുമെന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉത്തരമായപ്പോൾ ഹല്ലേലൂയ, അത് ഭവനത്തിനും ഹല്ലേലൂയ പലർക്കും സന്തോഷത്തിനൊരു കാരണമായി തീർന്നുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ചില മറുപടി നമുക്ക് ലഭിക്കുമ്പോൾ ഹല്ലേലൂയ, ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം മറുപടി ലഭിക്കുമ്പോൾ ഹല്ലേലൂയ, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ പറയുകയാണ്, അവൻ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കുമെന്ന ദൈവത്തിന് സ്തോത്രം. നീ തന്നെയല്ല, നിൻ്റെ കുടുംബം തന്നെയല്ല ഹല്ലേലൂയ, പലരും സന്തോഷിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഹല്ലേലൂയ താമസിക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് തമ്പുരാന് അത് പ്രവർത്തിച്ച് തരുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. കണ്ണുനീരോട് വേദനയോട് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിഷയങ്ങളില്ലയോ, ആ വിഷയത്തിന് മേൽ മറുപടിയുമായി നമ്മുടെ ദൈവം തമ്പുരാൻ ഇറങ്ങി വരുവാൻ ശക്തനെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. അതാ സക്രിയാവിൻ്റെ ജീവിതത്തിൽ സക്രിയാവിനോട് പറയുന്നത്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ഉത്തരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിൻ്റെ ഭവനത്തിന് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകും. പലരും അതാ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത്, പലരും സന്തോഷിക്കും. നീ തന്നെയല്ല, ആ സമയത്ത് പലരും സന്തോഷിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടെ വായിക്കുന്നു. ഹല്ലേലൂയ, സക്രിയാവ് ദൂതനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സക്രിയാവിന് സംശയം. അന്ന് വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മറുപടി ദൈവത്തിന് സ്തോത്രം ഉത്തരമായെന്ന് പറഞ്ഞപ്പോൾ സക്രിയാവിന് സംശയമായി. ഇന്നും നമുക്കും പലർക്കും ഇതുപോലെ ദൈവത്തിന് സ്തോത്രം മറുപടി തമ്പുരാൻ നൽകി തരുമ്പോൾ നമുക്ക് സംശയമാണ്. ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ, ദൈവത്തിന് ഇത് സംഭവിക്കുമോ, ഇതെങ്ങനെ നടക്കും ഹല്ലേലൂയ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. എന്നാൽ നമ്മുടെ ദൈവം തമ്പുരാൻ ആരെന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തമ്പുരാൻ നടത്തി തരുവാൻ നമ്മുടെ ദൈവം തമ്പുരാൻ ദൈവത്തിന് സ്തോത്രം മതിയായവനെന്ന ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നമ്മുടെ കർത്താവ് അസാധ്യത്തെ സാധ്യമാക്കി തരുന്നവനാ. ഇവിടെ ഹല്ലേലൂയ സക്രിയ
സക്രിയാവിന് വലിയൊരു സംശയം. സക്രിയാവ് ദൂതനോട് ഇത് ഞാൻ എന്തെന്നതിനാൽ അറിയും, ഞാൻ ദൈവത്തിന് വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളാണല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സക്രിയാവ് പറയുക, ഞാൻ എങ്ങനെ അറിയും, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളാ, ഞാനും വൃദ്ധനാ. ദൈവം എങ്ങനെ ഹല്ലേലൂയ ഒരു ദൈവത്തിന് സ്തോത്രം പുത്രോത്പാദനം നടക്കുമെന്ന് ഹല്ലേലൂയ സംശയിക്കത്തക്കവണ്ണം സക്രിയാവ് പറയുക. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം തമ്പുരാൻ പറയുന്നു ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ അവിടെ പറയുന്നത്, ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നീ മനസ്സിലാക്കുക ഞാൻ ആരെന്ന്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഞാൻ നിന്നോട് ഇത് സംസാരിപ്പാനും ഈ സദ്വർത്താനം നിന്നോട് അറിയിപ്പാനും എന്നെ ആരയച്ചിരിക്കുന്നു, ദൈവം തമ്പുരാൻ അയച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നീ മറന്നു പോകരുത്. പലപ്പോഴും ദൈവത്തിന് സ്തോത്രം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ ഉണ്ടാകും. അതുപോലെ തന്നെ സക്രിയാവിൻ്റെ ജീവിതത്തിലും സംശയം ഉടലെടുത്തുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് സക്രിയാവിനോട് പറയുന്നു, ദൈവം തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് നീ വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. നമുക്കറിയാം ഏതാണ്ട് 8-9 മാസത്തോളം ഹല്ലേലൂയ ഈ സക്രിയാവ് മൗനമായിട്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഹല്ലേലൂയ സംഭവിച്ചതെന്തെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന നമ്മുടെ ദൈവം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ ഉത്തരമായെന്ന് ഇവിടെ സക്രിയാവിനോട് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കരയുന്ന വിഷയങ്ങൾ, കണ്ണുനീരൊഴുക്കുന്ന വിഷയം ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഭാരപ്പെടേണ്ട. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിയുന്നവൻ നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ മറിയയുടെ അടുക്കൽ അതേ ദൂതൻ കടന്നു എന്നത് നമ്മൾ വായിക്കുന്നു. മറിയോട് പറയുന്ന കാര്യമാണ്, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ നിന്റെ ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ മറിയയുടെ അടുക്കൽ ചെന്നിട്ട് ഹല്ലേലൂയ ദൂതൻ പറയുക, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ മേളിൽ പറഞ്ഞിരിക്കുന്നത് എലിസബത്തിനെ കുറിച്ചാണ്. വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് സ്തോത്രം. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രിയമുള്ളവരെ. മച്ചി എന്ന് പറഞ്ഞവൾക്ക്, പ്രായം ചെന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മറിയെ ഏൽപ്പിച്ചു കൊടുത്തു. മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതൻ അവളെ വിട്ടുപോയെന്ന് ദൈവം സാവധാന്യത്തിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. അതാ സക്രിയാവിനോട് പറഞ്ഞ്, നാളുകളായി നീ പ്രാർത്ഥിക്കുകയല്ലയോ, നീ കരയുകയല്ലയോ, അതിന്മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കുക. ഉത്തരമായെന്നാ പറഞ്ഞ. ഉത്തരമായി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നത് ഓർത്ത് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്ന് ഞങ്ങളെ മാനിക്കുന്ന, ഞങ്ങളെ ഉയർത്തുന്ന കർത്താവ്, ദൈവത്തിന് സ്തോത്രം. വചനത്തെ ഭാഗം ഞങ്ങളെ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.